ചങ്കുമാ രാഘവൻ അവനെന്റെ പുറകെയുണ്ട്. സുധാകരൻ അവനെന്നെ കൊല്ലും. ഈ എന്നെ രക്ഷിക്കണം. അവനെ ശിക്ഷിക്കാൻ ഇതിൽ നല്ല സന്ദർഭം വേറെയില്ലടാ. സുധാകര രാജു, ഇവനെ ആരോ... ക്ഷമിക്കൂ സുധേ, ഞാൻ ഔദ്യോഗിക വേഷത്തിലാണ്. എനിക്ക് നിന്നെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. രാജു, ഞാനല്ല ഇവനെ കൊന്നത്. അത് കോടതിയിൽ നമുക്ക് തെളിയിക്കാം. ഇല്ല രാജു, നിനക്കെന്നെ തടുക്കാൻ കഴിയില്ല. എനിക്കെന്റെ ലക്ഷ്യം നിറവേറ്റണം. അതിനാര് തടസ്സം നിന്നാലും ഞാനത് സഹിക്കില്ല, നീ ആയാൽ പോലും. ഐ എം സോറി സുധേ. കൂടുതൽ കുറ്റങ്ങൾ ചെയ്ത് നിയമത്തിന്റെ ഊരാക്കുടുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല. ഇൻസ്പെക്ടറോട് കാട്ടിയ വേല എന്റെ അടുത്ത് എടുക്കരുത്. കമാൺ. അവിടെ നിന്ന് ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്തിയതാണ്. അല്ലായിരുന്നെങ്കിൽ ഇതുപോലെ ഒരെണ്ണം അകത്ത് കടന്നിട്ടുണ്ടാവും. വിക്രമന്റെ ആളാണ് നിങ്ങളെന്ന് എനിക്കറിയാം. പക്ഷേ എന്തുകൊണ്ട് നിങ്ങൾ എന്നെ കൊല്ലാതെ രക്ഷിച്ചു? ഞാനെല്ലാം നാടകീയമായി ചെയ്യും. അതിലെനിക്കൊരു രസം. ഇനി സുധാകരന് പോവാം. നിങ്ങൾ കാര്യമായിട്ട് പറയാണ്? വീടിന്റെ മുൻവാതിൽ കൂടെ പോകണ്ട. ശത്രുക്കൾ ആരെങ്കിലും വാച്ച് ചെയ്യുന്നുണ്ടാവും. ഇതിലെ പോയാൽ ഇരുളിന്റെ മറവിൽ രക്ഷപ്പെടാം. നന്ദി പറയാൻ എനിക്ക് വാക്കുകളില്ല. പ്രത്യുപകാരത്തിനൊരു അവസരം വന്നാൽ അന്ന് നിങ്ങൾക്ക് മനസ്സിലാവും എന്റെ കടപ്പാടിന്റെ വലിപ്പം. ഞാൻ മറ്റേ ഹൃദയം ഒരു വല്ലകി ഉണരും ഒരു പല്ലവി, ഹൃദയം ഒരു വല്ലകി ഉണരും ഒരു പല്ലവി, എന്നുമെന്നും ഓർമ്മ വയ്ക്കാൻ ഇന്നു പാടും പല്ലവി, നമ്മൾ പാടും പല്ലവി. നിന്നെ കണ്ടതിലുള്ള സന്തോഷത്തെക്കാളേറെ നീ ആരാണെന്ന് അറിയുമ്പോൾ വെറുപ്പാണ് എനിക്കധികം. ശ്രുതി, പിച്ചക്കാശിന് വേണ്ടി നീ വിക്രമന്റെ വലങ്കയായി നടക്കുന്നു. യഥാർത്ഥത്തിൽ വിക്രമൻ ആരാണെന്ന് നിനക്കറിയാമോ? കള്ളക്കടത്തുകാരുടെ രാജാവ്,
സ്വന്തം ലാഭത്തിനായി എന്തും ചെയ്യാൻ മടിക്കാത്ത ക്രൂരൻ. അത്തരമൊരുത്തിന്റെ അടിമയായിരിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? പണം മനുഷ്യനെ പിശാചാക്കുമെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ പിശാചിന്റെ അടിമയാക്കുമെന്ന് അറിയുന്നത് നിന്നെ കാണുമ്പോഴാണ്. നിന്റെ യജമാനന്റെ ദിവസങ്ങൾ എണ്ണിക്കഴിഞ്ഞുവെന്ന് നീ ഓർത്തോ?